തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മെൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. യോർക്ക് സെന്റ് ജോൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, അവിടുത്തെ MRS പ്രോഗ്രാംസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി റിക്വസ്റ്റ് വന്നിട്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം മൂന്നാമത്തെ അവിടെ MRS പ്രോഗ്രാം തുറക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയായിരുന്നു. കാരണം വുൾവർഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റി മെയ് ഇൻടേക്കിലേക്ക് 5 ഡിഫറൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പല റീസൺ കൊണ്ട് അവരത് വിഡ്രോ ചെയ്തു. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഇനി മുതൽ അവർ വിത്ത് IELTS മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വന്നായിരുന്നു. അപ്പോൾ ഇത് എല്ലാ യൂണിവേഴ്സിറ്റീസും, UK എല്ലാ യൂണിവേഴ്സിറ്റീസും MRSന്റെ കാര്യത്തിൽ ഇങ്ങനൊരു ഇത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൺഫർമേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പം സെന്റ് ജോൺ യോർക്ക് യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയിട്ടുണ്ട് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അഡ്മിഷൻസ് MRSന് വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും 5-6 ടോപ്പിക്കിലേക്കാണ് അവരെടുക്കുന്നത്. സൈക്കോളജി, ആർട്സ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. മാനേജ്മെന്റ് സ്റ്റഡീസിലുണ്ട്, ബിസിനസ്സിലുണ്ട്, എഡ്യൂക്കേഷൻ, അതുപോലെ സോഷ്യൽ സയൻസ്. ഇങ്ങനെയുള്ള 6 ടോപ്പിക്കിലാണ് എടുക്കുന്നത്. ഇതിൽ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് മാത്രമാണ് ലണ്ടൻ ക്യാമ്പസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ 5 സബ്ജക്റ്റും യോർക്ക് ക്യാമ്പസിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 11,000 to 11,800 എന്ന് പറഞ്ഞ വളരെ കുറഞ്ഞ ഫീസാണ് അവിടെ അവരുടെ ചാർജായിട്ട് വരുന്നത്. സ്കോളർഷിപ്സ് അവൈലബിൾ ആണോ എന്ന് പലപ്പോഴും റിസർച്ചിൻ്റെ കാര്യത്തിൽ ചോദിക്കാറുണ്ട്. പോസിബിളി സ്കോളർഷിപ്സ് MRS പ്രോഗ്രാംസിന് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അഫോർഡബിൾ ഫീസാണ്. മറ്റുള്ള മാസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ഫീസൊന്നും ഉള്ളതല്ല. പിന്നെ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് ലണ്ടനിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഒറ്റ കോഴ്സ് മാത്രമേ അവിടെ MRSനുള്ളൂ എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സിറ്റി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വൈസ് നല്ല യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ കരിക്കുലം അത്ര മോശമൊന്നുമല്ല, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. 800 റാങ്കിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റിയാണ്. ഫീസ് അഫോർഡബിൾ ആണ്, ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രോസസ്സിങ് അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു യോർക്ക് എന്ന് പറയുന്നത് കുറേ കൂടി ടോപ്പ് ഇംഗ്ലണ്ടിന്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ വരുന്ന ഒരു പ്രൊവിൻസ് ആണ് ഈ യോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോർക്കിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അത് കുറച്ചും കൂടെ ഒരു റിമോട്ട് ആയിട്ടുള്ള, ലണ്ടൻ പോലത്തെ സിറ്റി പോലത്തെ സ്ഥലമല്ല, അപ്പോൾ കുറച്ചും കൂടെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇച്ചിരി ടഫാവാനാണ് സാധ്യത. കുറച്ചും കൂടെ എന്താ പറയുക, അത്രയും നമ്മൾ ലണ്ടൻ പോലെ അത്രയും എക്സ്പോഷർ ഉള്ള ആളുകളല്ല അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലും ഇന്റർനാഷണലി തന്നെ ആളുകൾക്ക് വീട് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ അത്യാവശ്യം എല്ലാം നല്ല ഫെസിലിറ്റി ഉള്ള സ്ഥലം തന്നെയാണ് യോർക്ക്. പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ യോർക്കിൽ റിസർച്ച് എടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ലണ്ടൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാനേജ്മെന്റ് സബ്ജക്റ്റ് മാത്രമാണ് പോസിബിലിറ്റി ഉള്ളത്. പിന്നെ റിസർച്ച് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീസിസും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. സബ്മിഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഓവർവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. ഇനി അതല്ല, ലണ്ടൻ തന്നെ പർട്ടിക്കുലർലി നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളത് ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെന്റ് സബ്ജക്റ്റിൽ MRS ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ഹെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിൽ MRS ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്യാം നിങ്ങൾ ലണ്ടൻ നോക്കുന്ന ആളുകളാണെങ്കിൽ. അതല്ല യോർക്ക് ഒക്കെ ആണെങ്കിൽ ഈ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് എവിടെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വിത്ത് ഡിഗ്രി നിങ്ങൾക്ക് MRS ചെയ്യാം. അതുപോലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കും MRSന് എൻറോൾമെന്റ് ചെയ്യാൻ പറ്റും. മാർക്ക് ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് അവരുടെ. ഏകദേശം 65% എബവ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തട്ട IELTS കിട്ടുന്ന കാര്യം പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ നിങ്ങളുടെ തീസിസ് അത്ര സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം യോർക്കിൽ ഇനി MRS നോക്കുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. പിന്നെ MRS ഞാൻ പലപ്പോഴും പറയുന്ന പോലെ മറ്റുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ ഡിഗ്രി പ്രോഗ്രാമോ പോലെ എല്ലാ ഇൻടേക്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാ ഇൻടേക്കിലും ഇതുപോലെ ഓരോ കോഴ്സിനും അവർ 60-70 പിള്ളേർക്ക് സീറ്റൊന്നും ഇല്ല അവിടെ നല്ല റിസർച്ച് പ്രോഗ്രാമിന് എങ്ങും ഇല്ല. നിങ്ങൾ ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്യുന്ന തീസിസ് പോലെയാണ് നിങ്ങളുടെ ആക്സെപ്റ്റൻസും ബാക്കിയുള്ള റിസർച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ MRS നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് അഡ്മിഷൻ നോക്കുന്ന UK-ലേക്കോ കാനഡയോ USA ഓസ്ട്രേലിയയോ നോക്കുന്ന അല്ലെങ്കിൽ ഫ്രാൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, കൂടുതൽ ആളിലേക്ക് എത്തിക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറാണ് ഈ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനകത്ത് വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.